നമസ്കാരം. ഇന്ത്യൻ ടി20 ടീമിന്റെ പുതിയ നായക സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ശേഷം അവസാന ഘട്ടത്തിൽ തഴയപ്പെട്ടെങ്കിലും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് മറ്റൊരു വമ്പൻ കോളാണ് തന്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഇതിനായി തന്നെ കോച്ച് ഗൗതം ഗംഭീർ സിലക്ടർമാരുമായി സംസാരിച്ചു കഴിഞ്ഞുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സൂര്യകുമാർ യാദവിന്റെ പകരക്കാരനായി പുതിയ ക്യാപ്റ്റനായി മത്സരരംഗത്തുണ്ടായിരുന്ന താരമാണ് സഞ്ജു. ഗംഭീറിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടെ താല്പര്യക്കുറവ് കാരണം ഇത് നടക്കാതെ പോവുകയും പകരം ശ്രേയസ് അയ്യർക്ക് നറുക്കു വീഴുകയുമായിരുന്നു. കഴിഞ്ഞ ICC T20 ലോകകപ്പിലെ ഹീറോയായ സീറോയിസത്തോടെ ഇന്ത്യൻ ടി20 ടീമിലെ തന്നെ സ്ഥിര സാന്നിധ്യമായി സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന UK പര്യടനം, അതുപോലെ ഏഷ്യൻ ഗെയിംസ് എന്നിവയിലെല്ലാം അദ്ദേഹം സ്ഥാനം നിലനിർത്താനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഇനി സഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം ഏകദിന ടീമിലേക്കുള്ള മടങ്ങിവരവായിരിക്കും. അതുവഴി അടുത്ത് നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ ഭാഗമാവുകയെന്ന വലിയ സ്വപ്നവും അദ്ദേഹത്തിനുണ്ടാകും. ഇത് യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം സഞ്ജുവിനെ ഇന്ത്യൻ ഏകദിന സെറ്റപ്പിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന സെലക്ടർമാരോട് കോച്ച് ഗൗതം ഗംഭീർ അഭ്യർത്ഥനയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇത് തീർച്ചയായും മലയാളി താരത്തിനും ആരാധകർക്കുമെല്ലാം ഏറെ പ്രതീക്ഷകൾ നൽകുന്നൊരു കാര്യം കൂടിയാണെന്ന് പറയാം. ഏകദിനത്തിൽ ദേശീയ ടീമിനായി കളിച്ചപ്പോഴെല്ലാം സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് സഞ്ജു നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ റെക്കോർഡ് കാണിച്ച് സിലക്ടർമാരുമായി ഗംഭീർ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. ഭാവി ഏകദിന ദൗത്യങ്ങളിൽ സഞ്ജുവിനെ ബാക്കപ്പ് ഓപ്ഷനായി പരിഗണിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സൗത്ത് ആഫ്രിക്കയിലെ പേസും ബൗൺസുമുള്ള പിച്ചുകളിൽ ബാറ്റിംഗിൽ തിളങ്ങാനുള്ള സാങ്കേതിക മികവ് സഞ്ജുവിനുണ്ട്. ഇതാവാം അദ്ദേഹത്തെ വീണ്ടും ഏകദിന പ്ലാനുകളുടെ ഭാഗമാക്കാൻ ഗംഭീർ ആഗ്രഹിക്കുന്നതിന് പിന്നിലെന്നും ഉറപ്പിക്കാം. ഇത് യാഥാർത്ഥ്യമായി മാറുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏകദിന ക്രിക്കറ്റിൽ വളരെ മികച്ച റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാളാണ് 31-കാരനായ സഞ്ജു സാംസൺ. എന്നിട്ടും അദ്ദേഹം ടീമിലെ സജീവ സാന്നിധ്യമായി മാറിയില്ലെന്നതാണ് നിരാശാജനകമായ കാര്യം. ഏകദിനത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം അത് മുതലാക്കിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു. വെറും 16 ഏകദിനങ്ങളിൽ മാത്രമേ അദ്ദേഹം ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുള്ളൂ. ഇതിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചതാകട്ടെ 14 ഇന്നിംഗ്സുകളിലുമാണ്. ഇവയിൽ നിന്നും 56.67 എന്ന ശരാശരിയിൽ, തകർപ്പൻ ശരാശരിയിൽ തന്നെ 510 റൺസും സഞ്ജു അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 3 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടും. ഏകദിനത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഡെക്കായിട്ടില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 2023 ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയുമായി അവരുടെ നാട്ടിൽ നടന്ന ഏകദിനത്തിലാണ് സഞ്ജു അവസാനമായി കളിച്ചത്. ഈ മത്സരത്തിൽ കന്നി സെഞ്ചുറിയുമായി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ 78 റൺസിന്റെ ആധികാരിക ജയം കൊയ്ത മാച്ചിൽ 108 റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത്. പക്ഷേ ഈ മത്സരത്തിന് ശേഷം അദ്ദേഹം ഏകദിന ടീമിൽ നിന്നും അപ്രത്യക്ഷനാവുകയായിരുന്നു. പിന്നീട് ഒരിക്കലും ഏകദിന ടീമിലേക്ക് സഞ്ജു തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനം.